ആലോചിക്കണം. അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇത്രയും നാള് അവനൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, തിരിച്ചു വരും അവള് കുറച്ച് ഗെയിമിന്റെ ഇതായിരിക്കും, അവള് കുറച്ച് കഴിഞ്ഞ് റെഡി ആവും എന്നൊക്കെ. പക്ഷെ ആ ലാലേട്ടന്റെ എപ്പിസോഡ് ഉണ്ടല്ലോ, ആ എപ്പിസോഡിൽ മനസ്സിലാക്കാൻ പറ്റും അവളുടെ മനസ്സിൽ എന്താണ് എന്ന്. ശരിക്കുള്ള സാധനമാണ് വെളി വന്നത്. അതായത് അവൾക്ക് പ്രണയം ഉള്ളിലുണ്ട്, അത് കൊണ്ടുവന്ന് എത്തിക്കാതെ ഞങ്ങൾ പിടിച്ച് മാക്സിമം വെച്ചിരിക്കുവാന്ന്. അത് കേൾക്കുമ്പോൾ അതെങ്ങനെ ഒരു കല്യാണം ഉറപ്പിച്ച് ഇത്രയും സ്നേഹിച്ച ഒരു ചെറുക്കനെ അത് കേട്ടോണ്ടിരിക്കുന്ന മാനസികാവസ്ഥ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേറെ കുറെ വായ്നോക്കികൾ വന്നിരുന്ന് പറയുക, ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്, ജാസ്മിൻ തിരിച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. എടാ നാറികളെ, നിന്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ എന്താ പറയുക? നീയൊക്കെ ഒരു ഗെയിം ഷോയും കണ്ടിട്ട് നീയൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നതായിരിക്കും നിന്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അത് പുറത്ത് കഴിഞ്ഞിട്ട് ഒരു ജീവിതം ഉണ്ടെന്ന് നിനക്കൊക്കെ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ? അവന്റെ താഴെ പോയി കവണ്ടിട്ടിരിക്കുന്നു, നീയാണ് ഏറ്റവും വലിയ അവൻ, നിനക്ക് നാട്ടിൽ വരുന്ന എന്തൊരു അവള് നാട്ടിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാന്ന്. എന്തിന് വെയിറ്റ് ചെയ്യണം? ഈ തോന്നിവാസം കണ്ടോണ്ടാവും നിൽക്കണോ? എന്നിട്ട് ഇനി നാളെ ഒരു കാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് ആ ലൈഫ് സക്സസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത്രയും ഒരു വിഷയത്തിൽ അവക്കൊരു ഇത്രയും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് അതുപോലും ഇല്ലാതെ ഒരു കല്യാണം കഴിഞ്ഞ് ആ ഒരു ലൈഫ് ഒരിക്കലും നേരെ ആവത്തില്ല, അത് പ്രശ്നങ്ങളിലോട്ട് പോകത്തേ ഉള്ളൂ. അതാദ്യമേ മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. അവൾക്ക് പുറത്തിറങ്ങിയിട്ട് അവൾക്ക് ജീവിക്കണം, അവൾക്കൊരു കല്യാണം ഉണ്ട്, അവൾക്ക് നാഴിക്ക് 40 തൊട്ട് അവൾ പറയും എനിക്ക് കല്യാണം കഴിക്കണ്ടേ. അതിൽ തന്നെ ആ ഒരു കാര്യത്തിൽ അവൾ പറയുന്ന വാക്കിനെങ്കിലും എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇനി വേറൊരു കാര്യം നിങ്ങളുടെ പറഞ്ഞുതരാം. ഇവൾ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഈ ചെന്നൈയിൽ 2 ദിവസത്തിന് മുന്നേ തന്നെ ഇവളുടെ തുണിയും മണിയും ഡ്രസ്സും എല്ലാം ആയിട്ട് അവനാണ് ചെന്നൈയിൽ കൊണ്ടുവന്ന് കൊടുത്തത്. അവൾ ഫ്ലൈറ്റിലായിരുന്നു ചെന്നൈയിൽ പോകുന്നത്. പക്ഷേ ഇവൻ 2 ദിവസത്തിന് മുമ്പേ, കാരണം അത് അത്രയും ലഗേജ് നമുക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവൻ കാറിൽ, എനിക്ക് തോന്നുന്നു ഒരു 6-7 പെട്ടി എങ്ങാണ്ടുണ്ട് അടുപ്പിച്ച് കാറിനകത്ത് ഇവനും അവളുടെ വാപ്പയും കൂടാണ് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും അവൾ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതായത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാവോ അത് മുഴുവനും അവൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പിലാവുമ്പോഴത്തേക്ക് അതിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം അവന്റെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആയിട്ടേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെ ചെയ്തിട്ടും അവന്റെ അടുത്ത് തന്നെ ഈ ഒരു മൂഞ്ചിത്തരം കാണിച്ചതിനകത്ത് നമുക്ക് കാണുന്ന സങ്കടമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്കകത്ത് അവന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, ഭയങ്കര മോശമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ ആയിരുന്നു. കാര്യം അവനെ ഈ പറയുന്ന പോലെ നമ്മുടെയൊക്കെ കണക്ക് മനസ്സിനൊരു ഭയങ്കര കട്ടിയോ കാര്യങ്ങളോ അവള് പോകുന്ന പോട്ടെന്ന് പറയുന്നത് ആ ഒരു മൈൻഡ് അവനില്ല. അവൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. അവന്റെ പേര് ഇതിനകത്തോട്ട് ആക്ച്വലി വലിച്ചിട്ട് അവന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമ്മിറ്റഡ് ആണ്, ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു തോന്നിവാസം കാണിച്ചത്. എന്തായി കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ആ ഒരു പോസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എന്തായാലും ആ പോസ്റ്റ് മുഴുവനും വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കഥയാവും, അത് നിങ്ങൾക്ക് ഭയങ്കര ബോറാവും. എന്തായാലും ഗോപ്രോ മച്ചാൻ ഇതിനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് വാലിഡ് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും എന്താണ് സീരിയസ് റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് എന്നുള്ളത്. വെരി ട്രൂ മാൻ, വെരി ട്രൂ. നമ്മളൊക്കെ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിക്ക് നിന്ന സമയത്തും അവൻ്റെ അവസ്ഥ അല്ലേ. ടിൽ നൗ ഐ വാസ് ഹാൻഡ്ലിങ് ഓൾ ഹെർ BB നീഡ്സ്. ഇതുവരെ അവിടെ ബിഗ് ബോസിലുള്ള എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കിയിരുന്നത്. ഇനി എനിക്ക് വയ്യ, ഞാൻ എന്തിനു ചെയ്യണം? അതായത് ഡ്രസ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. നമുക്ക് ഡ്രസ്സ് വരാതിരുന്ന് ഇവൻ അയക്കാത്തതുകൊണ്ടായിരിക്കാം. ജാസ്മിൻ ഇസ് എ ഗുഡ് ഗെയിമർ ബട്ട് പ്ലേയിങ് വിത്ത് ഹർ പാർട്ട്നേഴ്സ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ഇസ് നോട്ട് എത്തിക്സ്. ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്, പക്ഷേ അവരുടെ പാർട്ട്ണറുടെ എത്തിക്സ് ആൻഡ് ഫീലിംഗ്സ് വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ല ഗെയിമല്ല. ക്ലാരിഫയിങ് അതർ തിങ്, ഐ വാസ് നെവർ ദ റീസൺ ഫോർ ഹെർ പ്രീവിയസ് ബ്രേക്കപ്പ്. അത് സത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിലും പറഞ്ഞു കേട്ടോ. പ്രീവിയസ് ബ്രേക്കപ്പിന് കാരണം ഇവനല്ല. ഇറ്റ് വാസ് ഫുള്ളി ഡ്യൂ ടു ഹർ ഫാമിലി ഇഷ്യൂസ് ആൻഡ് പേഴ്സണൽ പ്രോബ്ലംസ്. അവളുടെ പേഴ്സണൽ പ്രോബ്ലംസും ഫാമിലി ഇഷ്യൂസും നമുക്ക് മനസ്സിലാവും മോനെ, നീ അല്ല എന്നുള്ളത് ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം അവളുടെ കളികളും പരിപാടികളും കാണുന്ന സമയത്ത് ദർ വാസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഹർ പ്രീവിയസ് റിലേഷൻഷിപ്പ് ആൻഡ് മൈ റിലേഷൻഷിപ്പ്. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് ആയതിന്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിഗ്രേഡ് ഹർ ബൈ പുട്ടിങ് out evidence in form of pics or videos of our relationship memories. That's against my ethics. അതായത് പഴയ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യില്ല, അതൊക്കെ എൻ്റെ എത്തിക്സിന് അഗെയിൻസ്റ്റ് ആണ്. her parents knows what I was for her. അവർ അച്ഛനും അമ്മയ്ക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം, വാപ്പയ്ക്കും അമ്മയ്ക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഈ പ്രീവിയസ് റിലേഷൻഷിപ്പ് മുന്നേക്കയുടെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ഈ അഫ്സലിന്റെ വിഷയത്തിലാണ് ശരിക്കും മുന്നേ ഇട്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് അവൻ ഭയങ്കര ഉറച്ചു നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ആ ഒരു വിഷയത്തിലല്ല ഇട്ടിട്ട് പോയേ എന്ന് അവൻ വ്യക്തമായിട്ട് അവന്റെ ഭാഗത്തു നിന്ന് അവൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവൻ ഇതിനകത്ത് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BB എപ്പിസോഡ് കാണുമ്പോൾ അറിയാൻ പറ്റും എല്ലാവർക്കും. കാര്യം അവള് നൈസായിട്ട് തേച്ചതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യണത്. ആ എപ്പിസോഡിനകത്ത് നമുക്ക് കാണുമ്പം
ഇവളുടെ അടുത്ത് എന്തുമാത്രം ആത്മാർത്ഥത അവൾ കാണിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു എപ്പിസോഡിനകത്ത് വ്യക്തമാണ്. കാര്യം അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ്, ഷോയുടെ ഭാഗത്ത് നിന്ന് അവർ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ശരിക്കും ഗബ്രിയായിട്ടുള്ള വിഷയത്തിൽ ഇവൾ എന്താണ് കാണിക്കുന്നതെന്ന് അവർക്കൊരു ഇത് വേണമായിരുന്നു. അവരത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അവളുടെ വായിന്ന് തന്നെ അത് വീഴ്ത്തി. എന്തായി കഴിഞ്ഞാലും ആ ഒരു വിഷയത്തോടെ കൂടി ഈ ഒരു സാധനത്തിന് ഷട്ടറുണ്ട്. ഇത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ അവളുടെ ബിഗ് ബോസിൽ കൊടുക്കേണ്ട ഡ്രസ്സും കാര്യങ്ങളും മുഴുവനും അഫ്സലാണ്. അതുകൊണ്ടായിരിക്കും ഡ്രസ്സ് കൊടുക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ല. ആ ഡ്രസ്സ് അയക്കാനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന്, ആ ബ്യൂട്ടിക്കിന്റെ ഭാഗത്തു നിന്ന് ഒന്ന് ഡിലേ ആയതാണ്. അല്ലാതെ അവൻ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷെ അവനായിരുന്നു എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും എമർജൻസി ആയിട്ട് ബിബിക്ക് കോൾ ചെയ്യണമെങ്കിലോ, അപ്പം നമ്മളിപ്പം ബിഗ് ബോസിൽ കയറുമ്പോൾ നമുക്ക് എമർജൻസി നമ്പേഴ്സ് കൊടുക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഇവരുടെ പേരൻസിന്റെ നമ്പറുണ്ട്. അതിനകത്ത് മെയിനായിട്ട് അഫ്സലിന്റെ നമ്പറാണ്. പിന്നെ ബ്യൂട്ടിക്കിന്റെ കാര്യം എല്ലാം അവനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പകുതി അവൻ ഹാൻഡിൽ ചെയ്യണത് മൊത്തം അവനായിരുന്നു. ഇനി അവൻ എന്തിന് ചെയ്യണം? അവൻ ആ പോസ്റ്റിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ എന്തിന് ചെയ്യണം, എനിക്കതിന്റെ ആവശ്യമില്ല. ഇവളുടെ ഈ ഡ്രാമയും കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നിട്ട് അവന് ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. ഇവളുടെ ഈ കള്ളത്തരങ്ങൾ ഒടുവിൽ പൊളിഞ്ഞ്. എന്തായാലും കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു തീരുമാനമാക്കിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ അവൻ പറഞ്ഞ മെയിനായിട്ട് വേറൊരു പോയിന്റ് ഉണ്ട്. I don't want to degrade her by putting out evidence in form of pics or videos of our relationship memories. വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവൻ ഒരിക്കലും ഈ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തുള്ള ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ടിട്ട് പബ്ലിക്കിന്റെ മുന്നിലിട്ട് വലിച്ചു കയറേണ്ട ആവശ്യം അവൻ എന്താ? അവൻ ആ ചെയ്യുന്നത് അത് അവന്റെ മര്യാദയായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലേ? അല്ലെങ്കിൽ അവൻ അതിന്റെ വാശിയുടെ പുറത്ത് അവൻ ഈ പറയുന്ന എൻഗേജ്മെന്റിന്റെ വീഡിയോ, പിന്നെ അങ്ങനെ ഇങ്ങനെ മാടാ ഓടാന്നൊക്കെ ഉള്ള എല്ലാം അവനെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ അവന്റെ ഒരു മനസാക്ഷിക്ക് അത് അവൻ അത് അനുവദിക്കത്തില്ല. അവനൊന്നുമില്ലെങ്കിൽ ഇത്ര നാൾ അവളെ മാന്യമായിട്ട് അടിപൊളിയായിട്ട് അവളെ സ്നേഹിച്ചതാ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി അവൻ കീപ്പ് ചെയ്യണ്ടേ? അത് അവന്റെ ഭാഗത്ത് ഒരു മര്യാദയായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. ഇവളീ കാണിക്കുന്ന തോന്നിവാസത്തിന് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം അതായിരുന്നു. എനിവേ, അവന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അവൻ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം അതിനകത്ത് അവൻ മെയിനായിട്ട് പറയേണ്ട അവന്റെ പോസ്റ്റിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഓഡിയൻസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, യു മേ സീൻ ഹെർ റിപ്പീറ്റഡ്ലി സെയിങ് മോർ ദാൻ 100 times ഞാൻ പുറത്തൊരു ആൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. Then saying I am holding love for that guy because it's not practical feels so disgusting. കറക്റ്റ് അല്ലേ? ഞാൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ പ്രണയം ഹോൾഡ് ചെയ്യുവാണ്, ഞങ്ങൾക്ക് പ്രണയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. ഗബ്രിയുടെ പറയുന്ന ഡയലോഗുകളാ. ഇവളെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഇതാണ് നൈസായിട്ടുള്ള തേപ്പ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയും തേക്കാം. പല തേപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതൊരു വെറൈറ്റി തേപ്പായിപ്പോയി. എന്തായാലും അഫ്സൽ മൂവ് ഓൺ ആയിട്ടുണ്ട്. അവന്റെ കാര്യങ്ങളായിട്ട് അവൻ മുന്നോട്ട് പോവാണ്. പക്ഷെ അവൻ ചിലപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പ്രതികരിക്കുമായിരിക്കും. അവൻ മേ ബി ഒരു വോയിസ് ആയിട്ട് എന്തെങ്കിലും പ്രതികരിക്കാൻ ചാൻസസ് ഉണ്ട്. അവന്റെ ഇപ്പോഴത്തെ മെന്റൽ സ്റ്റേറ്റ് വളരെ മോശമാണ്. അവൻ ഓക്കെ ആയി കഴിഞ്ഞാൽ അവൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു അവസാനത്തെ വാക്കായിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും ഓരോ കമന്റ്സ് ഒക്കെ എടുത്ത് വെച്ച് വായിക്കുമ്പം ഈ ഒരു സാധനം ഒന്ന് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അത് കൊടുത്ത് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവളുടെ മനസ്സിലുള്ള റിയാക്ഷനും ആ ഗബ്രിയുടെ മോന്തയും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അത് ഗോപ്രോ മച്ചാൻ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാര്യം സത്യമാണ്. ഇങ്ങനെയൊക്കെ വേണം സത്യം പറഞ്ഞാൽ TRP ആയി ചെയ്യാൻ. കാര്യം ഇതിൽ കൂടുതൽ വേറൊരു മാർഗമില്ല. അവളെ ഒന്നെങ്കിൽ ഇവനെ വൈൽഡ് കാർഡായിട്ട് കയറ്റി വിടുക, അവന്റെ ആ ദേഷ്യവും കാര്യങ്ങളും അവളെ കാരണ കുറ്റിക്കിട്ട് ഓർമ്മ പോച്ചിട്ട് അവൻ തിരിച്ചിറങ്ങി വരും ഈ കാണിച്ച തോന്നിയാസത്തിന്. ഇതായിരുന്നു ചെയ്യേണ്ടത്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ജാസ്മിൻ ജാഫറിന് ഇനി നേരിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം, അല്ലേ? ഇത് ആരെങ്കിലും അവർ പറഞ്ഞു ഏൽപ്പിക്കുമോ? പറ്റുമോ? ബിഗ് ബോസെ നമ്മുടെ വീഡിയോ ഒന്നും ആരും കാണുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും ഏതെങ്കിലും വലിയ വ്യൂവർഷിപ്പൊക്കെ ഉള്ള ആൾക്കാർ വീഡിയോ കണ്ടെത്തിച്ച് കമൻറ്റൊക്കെ എത്തിച്ച് വായിക്കുന്ന ആൾക്കാരുടെ സ്വഭാവമൊക്കെ ഉണ്ടല്ലോ വീക്കെൻഡ് എപ്പിസോഡിൽ. അതുകൊണ്ട് ഈ സ്റ്റോറി ഒന്ന് എങ്ങനെയെങ്കിലും ജാസ്മിൻ ജാഫറിന് എത്തിച്ചു കൊടുത്തിട്ട് അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവൾക്ക് അവളുടെ ഗബ്രി പരിപാടി തുടരാം. മെയിനായിട്ട് അവളെ ഗബ്രി പരിപാടി തുടർന്നു കഴിഞ്ഞാൽ അവൾക്കല്ല, അതിൻ്റെ ബെനിഫിറ്റ് ഷോയിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിനാണ്. കാരണം വെച്ചാൽ ഇന്നത്തെ ദിവസം പോലെ മറ്റുള്ളവരുടെ സ്ക്രീൻ സ്പേസ് കംപ്ലീറ്റ് അടിച്ചുകൊണ്ട് ഒരു പരിപാടി ഇനി അവിടെ വേണ്ടല്ലോ. അവർക്കും ഓരോ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തിനതിൻ്റെ ആവശ്യമുള്ളത്, അല്ലേ? പിന്നെ ഡോക്ടർമാർക്ക് പണി കുറയും, ബിഗ് ബോസിന് പണി കുറയും, സൈക്കോളജിസ്റ്റിന് പണി കുറയും, ടിഷ്യൂവിന് പണി കുറയും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണിക്കണം. നിങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചിട്ട് ലാലേട്ടൻ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമ്മൾ കാണുന്ന ആൾക്കാർക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഈ ഒരു വിഷയത്തിൽ. അങ്ങനെ ജാസ്മിൻ്റെയും
അഫ്സലിന്റെ കാര്യത്തിൽ തീരുമാനമായി. അവർ രണ്ടുപേരും ഇനിയിപ്പോൾ അഫ്സലിന്റെ ഭാഗത്ത് നിന്ന് അഫ്സൽ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ പുറത്തിറങ്ങി വന്ന് ഇനി എന്തെല്ലാം ഡ്രാമ കാണിക്കും, എന്തുവാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം വീഡിയോ ഇടും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ചിലപ്പോൾ അലിഞ്ഞു വീഴും, കുറേ ആൾക്കാർ എന്താ പറയണ്ട മനസ്സിലാക്കും. എനിവേ എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.